ജീവിതം ക്യാൻവാസാക്കിയ, ജീവൻ തുടിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾക്ക് മിഴിവേകിയ കോട്ടയം ഐമനത്തെ അതുല്യ കലാകാരൻ സത്യനാരായണൻ കാഞ്ഞിരക്കാട്ട്. 45 വർഷമായി ചിത്രകാരൻ, ചിത്രകലാ അധ്യാപകൻ, ദൈവിക ഭാവങ്ങളാൽ ചുവരുകളെ ധന്യമാക്കുന്ന അനുഗ്രഹീത ചുവർ ചിത്രകാരൻ. അങ്ങനെ ഐമനംകാരുടെ സത്യൻ മാഷിന് വിശേഷണങ്ങൾ ഏറെയാണ്. നിറക്കൂട്ടുകൾ ഒരുക്കാനും ബ്രഷ് പിടിക്കാനും സത്യമാഷിനൊപ്പം ഭാര്യ ഗിരിജയുമുണ്ട്. സത്യമായും കാണേണ്ടതാണ് ഇവരുടെ വർണ്ണ വിസ്മയ ലോകം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കോട്ടയം ജില്ലയിൽ മാങ്ങാനത്തുള്ള താമരശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റാണ്. എൻ്റെ പേര് എം സതീഷ് കുമാർ. അദ്ദേഹം ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറിയാണ് EN ഓമനക്കുട്ടൻ. ഈ ക്ഷേത്രം 600 കൊല്ലത്തോളം പഴക്കമുള്ള ചാക്യാർ കുടുംബ ക്ഷേത്രമായിരുന്നു. അത് നാട്ടുകാർക്കായിട്ട് 2000-ലാണ് വിട്ടുതന്നിട്ടുള്ളത്. ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ച് ഞങ്ങളിതിൻ്റെ ഭരണം കാലാകാലങ്ങളിലുള്ള ഭരണസമിതികൾ നടത്തിക്കൊണ്ടുപോരുന്നു. ഈ വർഷം 2025 25 വർഷം പൂർത്തിയാകുകയാണ് ഈ കമ്മിറ്റി. അത് മാറി മാറി പല കമ്മിറ്റികൾ വന്നാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഭരിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രക്രിയകൾ 2015 തുടങ്ങി അതിൻ്റെ ശ്രീകോവിലിൻ്റെ പണികൾ ഉൾപ്പെടെ ഓടുകൾ മാറ്റി മറ്റെല്ലാ ചെമ്പുപാളികൾ മാറ്റുകയും മറ്റെല്ലാവിധ പണികളും പൂർത്തീകരിച്ച് 2022 നവീകരണ കലശത്തോടു കൂടി അഷ്ടമത കലശം നടത്തി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതുമാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉപദേവന്മാരെ പ്രതിഷ്ഠിച്ചു, അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠ നടത്തി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭരണസമിതിയും ഭക്തജനങ്ങളോട് സംയുക്തമായി ചേർന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിച്ചത്. ഈ ജൂബിലി വർഷത്തിൽ തന്നെ ക്ഷേത്രത്തിലെ അതിമനോഹരമായി പണിത് പൂർത്തീകരിച്ച ആനക്കൊട്ടിലും അതുപോലെ നടപ്പന്തലും, അതുപോലെ ശ്രീകോവിലിലെ ചുവർചിത്രം ചുവർചിത്രം വരച്ചിരിക്കുന്നത് ഐമനത്തുള്ള നമ്മുടെ സത്യനാരായണ സാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നാണ് ഈ ചുവർചിത്രം വര പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് സിൽവർ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് തന്നെ നമ്മൾ ഈ ചുവർചിത്രം വര പൂർത്തീകരിച്ച് ശ്രീ മഹാദേവന് സമർപ്പിക്കുകയാണ്. ക്ഷേത്ര ചരിത്രങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ, നമ്മുടെ കൈവശമുള്ള രേഖകൾ അദ്ദേഹത്തെ കാണിക്കുകയും അദ്ദേഹം വായിക്കുകയും അതനുസരിച്ചാണ് അദ്ദേഹം ഓരോ സ്കെച്ചും ശ്രീകോവിൽ വരച്ചത്. ഓം നമസ്തേ, നമശിവായ. നമശിവായ. സത്യനാരായണനാണ് ഞാൻ. കോട്ടയം ജില്ലയിൽ ഐമനം പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാൻ ചിത്രകാരനാണ്. ചിത്രകല പഠിച്ചത് ശ്രീധരൻ നായർ സാറിൻ്റെ അടുത്താണ് ചിത്രകല പഠിച്ചത്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം 4 അമ്പലങ്ങളിൽ വരച്ചു. 5ാമത്തെ അമ്പലത്തിൽ വരയ്ക്കുന്നു. അവിടെ താമരശ്ശേരി, കോട്ടയം ജില്ലയിൽ താമരശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ചിത്രങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിംഗ് വർക്കിലാണ്. സ്ഥിരമായിട്ട് ഇപ്പോൾ 42 വർഷത്തോളമായിട്ട് ചിത്രകല തന്നെയാണ്. പിന്നെ സ്റ്റുഡൻ്റ് ഉണ്ട്. ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കുന്നു. വീട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. ചിത്രകല പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, പെൻസിൽ കളർ പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്.
പോർട്രേറ്റുകൾ ചെയ്യുന്നു, ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ ചുവർച്ചിത്രങ്ങളും പള്ളികളിലെ ചുവർച്ചിത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ചുവർച്ചിത്രം ചെയ്യാൻ തുടങ്ങിയത് പാണ്ഡവൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്, കോട്ടയം ജില്ലയിലുള്ള. അത് പൂർണ്ണമാക്കിയത് 4 വർഷം കൊണ്ടാണ് ചിത്രങ്ങൾ പൂർണ്ണമാക്കിയത്, 2 പിന്നീട് ഞാൻ ചെയ്യുന്നത് അയ്മനത്തിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചിത്രങ്ങൾ ചെയ്യുന്നതിനോട് കൂടി തന്നെ ചങ്ങളത്തുകാവിൽ പോയി ചങ്ങളത്തുകാവിൽ അമ്മയുടെ ചരിത്രങ്ങളും അമ്മയെ ഉൾക്കൊള്ളുന്ന ചില ചിത്രങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഇവിടുത്തെ ഒരു ചിത്രം, കോട്ടയം ജില്ലയിലെ താമരശ്ശേരി മാങ്ങാനം താമരശ്ശേരി മഹാദേവ ക്ഷേത്രത്തില് ചുവർച്ചിത്രം ചെയ്യാൻ അവസരം കിട്ടിയത്. ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ചാക്യാറിൽ മൂപ്പൻ, പണ്ടത്തെ ഇവിടുത്തെ ആ ഒരു കാരണവരായ ചാക്യാര് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥിരമായി പോയി ദർശനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വാർദ്ധക്യ സഹജമായ ചില ശാരീരിക അസ്വസ്ഥതകളായപ്പോൾ പുള്ളിക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാൻ മേലാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ പുള്ളിക്ക് ഭഗവാൻ വൈക്കത്തപ്പൻ ദർശനം കൊടുത്തു. ഇവിടെ തന്നെ വന്ന് പൂജ ചെയ്യാനുള്ളൊരു പുള്ളിക്കൊരു അനുഗ്രഹം കൊടുത്തു. അതും പ്രകാരം പുള്ളി ശിവലിംഗം വെച്ച് ആരാധിക്കുന്നതാണ്. ഇത് ദക്ഷിണാമൂർത്തികള്, ശിവന്റെ തന്നെ ഒരു വേറിട്ടൊരു രൂപമാണത് ഓരോ സന്ദർഭത്തിൽ. ഇത് ഗണപതി ഭഗവാൻ, ഗണപതിയുടെ പൂജ, ഗണപതി പൂജ എന്നതിന് പറയുന്നത്. ഇത് അഘോരമൂർത്തി. ഇവിടെ ഉച്ചയ്ക്ക് അഘോരമൂർത്തിയുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അയ്യപ്പ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഘോരമൂർത്തിനെ അയ്യപ്പ സ്വാമിനെയും കൂടെ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് വായുദേവനാണ്. അത് ഇവിടെ സാങ്കല്പികമായിട്ട് ഇവിടെ ഉണ്ട്, സാങ്കല്പികമായിട്ട് പൂജ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇത് വായുദേവൻ. ഇത് ഭദ്ര ദേവി, ഭദ്രയാകാം ദേവിയാകാം, രണ്ടും ഇവിടെ സാമീപ്യമുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെ സാമീപ്യമുള്ളതാണ്. ഇത് ചന്ദ്രദേവൻ, ചന്ദ്രദേവൻ ഇവിടെ ഉള്ളതാണ്. ചന്ദ്രദേവൻ ഇവിടെ എൻ്റെ ബലിക്കല്ലുണ്ട്, അതിനുള്ള പൂജകൾ ഇവിടെ ഉള്ളതാണ്. ഇത് വൈശ്രവണൻ, കുബേരനാകാം, കുബേരനെല്ലാം സങ്കല്പങ്ങളുള്ളതാണ്. നല്ല പൂജകൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇത് ഭദ്രകാളിയാണ്, ഭദ്രകാളി ദുർഗയും ഭദ്രകാളിയൊക്കെ അത് ഇവിടെ ഇതിനകത്തൊക്കെ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെ സങ്കല്പങ്ങളാണത്. ഇത് ബ്രഹ്മദേവൻ, ബ്രഹ്മാവ്. അക്രിലിക് കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഭാവന അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്കുകളും വീട്ടിൽ നിന്ന് വരച്ച് പേപ്പറെ വരച്ചോണ്ട് വന്ന് ചെയ്തതല്ല. ഞങ്ങൾ രണ്ടുപേരുടെ വരയ്ക്കാൻ വന്നാൽ രണ്ടുപേരുടെ വീടുന്ന് വർത്താനം പോലും പറയാറില്ല. രാവിലെ ഒരു 10:30 ആകുമ്പോൾ വർക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ ഞങ്ങൾ അതുപോലെ സൂക്ഷ്മമായിട്ട് ഓരോ സ്കെച്ച് വരെ സ്കെച്ചെല്ലാം ഇട്ടിട്ടാണ് കളർ ചെയ്ത് പോയി പോയിരിക്കുന്നത്. എൻ്റെ പേര് ഗിരിജ സത്യൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അദ്ദേഹം വരയ്ക്കുന്ന കണ്ടു നിന്ന് അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നതും എല്ലാം കണ്ടാണ് ഞാൻ ഈ ചിത്രരചന ചെയ്യാൻ തുടങ്ങിയത്. 8-9 വർഷം ആയതേ ഉള്ളൂ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അമ്പലത്തിൽ വരയ്ക്കുന്ന കണ്ട് ആ കൂടെ പോയി നിന്നും ആണ് ഞാൻ അമ്പലത്തിന്റെ ചുവരയിലാണ് ആദ്യം ഞാൻ ചിത്രം രചിച്ചു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ എവിടെയായാലും ഒരു കൂട്ട് വേണമല്ലോ വരയ്ക്കാൻ. എപ്പോഴും വിദ്യാർത്ഥികളെ കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അതിലേക്ക് ഞാനും അങ്ങ് ചേരുമായിരുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ക്ഷേത്രങ്ങളിൽ ചിത്രരചനയ്ക്കായിട്ട് കൂടിയിരിക്കുന്നത്.